പ്രൗഢിയിൽ ന്യൂജൻ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന നഗരം. എന്നും പുതിയ അവസരങ്ങൾ. അതെ, ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ അന്താരാഷ്ട്ര കരിയർ തുടങ്ങാൻ പോകുന്നത്. കോഴിക്കോട്. ആഹാ, ഒരു പുതിയ വഴിത്തിരിവിന് പറ്റിയ സ്ഥലം. ഇനി ഇവിടെ നിന്ന് ജർമ്മനിയിലേക്കുള്ള എൻ്റെ പുതിയ യാത്ര ആരംഭിക്കട്ടെ. മാം. യെസ്, വായിരിക്കൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിട്ട് വന്നതാണ്. ക്യാമ്പസും കാര്യമൊക്കെ ഒന്ന് അറിയാനും ഫീസ് സ്ട്രക്ചർ അറിയാനും എല്ലാത്തിനോടായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയത്? ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കി ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് വന്നത്. ഓക്കെ ഓക്കെ. ഇത് ജർമ്മൻ ലാംഗ്വേജ് റെസിഡൻഷ്യലായിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് 4 ലെവലാണ് ഉള്ളത്. A1, A2, B1, B2. ഇത് 8 മാസത്തെ കോഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 8:30 to 4:30 വരെയായിരിക്കും ക്ലാസ് ഉള്ളത്. ആഫ്റ്റർ അവരുടെ പേഴ്സണൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റിൽ 8:30 to 10:30 വരെ നമുക്ക് സ്റ്റഡി ടൈം, കമ്പൽസറി സ്റ്റഡി ടൈം ആണ്. ഒന്നെങ്കിൽ സ്റ്റഡി ടൈം ആയിരിക്കും, അല്ലെങ്കിൽ കമ്പൽസറി നിങ്ങൾ ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ 8 മാസത്തിന് ശേഷം നമുക്ക് കറക്റ്റ് ലാംഗ്വേജ് കാര്യങ്ങളെല്ലാം കിട്ടി പഠിച്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ലാംഗ്വേജ് ആണ് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും മാനിറ്ററി ആയിട്ട് വേണ്ട ഒരു കാര്യം. അപ്പോൾ നന്നായിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. നല്ല ഹൈലി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. A1 മുതൽ A2, B1, B2 പഠിപ്പിക്കുന്നത് C1, C2 കംപ്ലീറ്റ് ആയിട്ടുള്ള നല്ല ഹൈലി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്. സോ അതുകൊണ്ട് എന്താവുന്ന നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് തന്നെ പാസ്സായിട്ട് ജർമ്മനി പോകാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റലും ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഒന്നിനും നമുക്ക് പുറത്തേക്ക് പോകുന്നതിൻ്റെ ആവശ്യമേ വരുന്നില്ല. എല്ലാം ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ പഠന കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ഡെയിലി അപ്ഡേഷൻസ് പേരൻസിന് തന്നെ ഡെയിലി പോകും. അതായത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻ്റ് ആണോ, ആബ്സെൻ്റ് ആണോ, അതല്ലെങ്കിൽ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണോ വരുന്നത്, അങ്ങനെ എല്ലാ ഡെയിലിയുള്ള അപ്ഡേഷൻസും നിങ്ങളുടെ പേരൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകും. അതുപോലെ തന്നെ ഡെയിലി എക്സാംസ് ഉണ്ട് നമുക്ക്. നിങ്ങൾ തലേന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പിറ്റേന്ന് രാവിലത്തെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാംസ് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ വീക്കിലി ഉള്ള എക്സാമിൻ്റെ റിപ്പോർട്ട്സ്, അങ്ങനെ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് ഇവിടെ വീക്കിലി എക്സാംസ് ഉണ്ടാവും. 4 മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക്: റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. അപ്പോൾ ഈ 4 മൊഡ്യൂൾസിലും ഏതിലെങ്കിലും ഒന്നിലും നമ്മുടെ കുട്ടികൾ വീക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ക്ലാസ്സസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമ്മുടെ ഓരോ കുട്ടികൾക്കും നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ വിട്ട് പോകുമ്പോൾ കുറച്ചൊരു ഡൗട്ട്സും കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അവിടെ പോയ സ്റ്റുഡൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും നമുക്ക് സെമിനാർസ് വരാറുണ്ട്. അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ്, പാരൻസിൻ്റെ നമ്പേഴ്സ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഞങ്ങളത് തരും. നിങ്ങൾക്ക് അവരെ വിളിച്ച് കൺവീനിയൻ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അവർ വീഡിയോ കോളിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സെമിനാർ നടത്തുന്ന സമയത്ത് ജർമ്മനിയിൽ നമ്മുടെ സ്റ്റുഡൻസ് അവൈലബിൾ ആയിട്ട് നമുക്ക് വീഡിയോ കോളിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും. കാരണം ഞങ്ങളിപ്പം 3.5 വർഷമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങളൊരു 180ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ ജർമ്മനിയിൽ ഞങ്ങൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല ഹോസ്പിറ്റൽസിലേക്കാണ്, അതുപോലെ നല്ല സിറ്റിയിലേക്കാണ്, നല്ല സ്റ്റൈപ്പൻഡ് ഉണ്ട്, നല്ല അക്കാഡമിക്കാണ്. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ശ്രീധന്യ, ഇത് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പം ജസ്റ്റ് നമ്മുടെ ക്ലാസ് റൂംസ്, ഹോസ്റ്റല്, നമ്മുടെ ഫെസിലിറ്റീസ് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താവോ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും വരൂ കേട്ടോ. താങ്ക് യു.
5 o'clock. 5 faculties. Oh, guten Tag. Hello, guten Tag, guten Tag. Okay. This new student. Okay, hi. And what's your name? Parvati. Parvati. Ashika. Okay. Okay. Ciao, cheers. Okay, bye. Cheers. Bye-bye. ഹായ് ടി സുഖാണോ? ഓ, എന്തൊക്കെയുണ്ട് അവിടെ? പിന്നെ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് വിളിച്ചു എന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചത് എന്താ വെച്ചാലേ നമുക്കിന്ന് ഒരു അഡ്മിഷൻ ഒക്കെ സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആൾക്കൊന്ന് ജർമ്മനിത്തെ ഒരു സ്റ്റുഡന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇട്ടിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവോ? ഓക്കേടാ. ഹായ്. ഹായ്, പേരെന്തായിരുന്നു? പാർവതി. ഞാൻ ഗോഡ്സോണില് 2023 എന്റെ ലേണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് ഫോർ A1 തൊട്ട് B2 വരെ അറൌണ്ട് 6 months കോഴ്സ് ആയിരുന്നു അത്. ആസ് ഓഫ് ഞാൻ A1 ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കറക്റ്റ് ബേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ. അത് നമ്മുടെ ഈ ഏത് ലാംഗ്വേജിലാണെങ്കിലും കറക്റ്റ് ഒരു ബേസ് ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ജർമ്മനി എങ്ങനെയുണ്ട്? ജർമ്മനി നല്ലൊരു രാജ്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ജർമ്മനിയിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഒരു ഇന്റർനാഷണൽ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക്സ് ഓഫ് ലൈഫ് സ്റ്റാൻഡേർഡ്, ലിവിങ് കൾച്ചർ എല്ലാം മാറും. ഒരു ഇന്റർനാഷണൽ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് ഓവറോൾ ആയിട്ട് നമുക്ക് മാറും ഫുള്ളായിട്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളൊരു കറക്റ്റ് ജർമ്മനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ജർമ്മൻസിനെ മാത്രമല്ല കാണുന്നത്, ഓൾ ഓവർ ദ വേൾഡിൽ സ്പെഷ്യലി യൂറോപ്പിലെ ഒരു സ്റ്റാൻഡേർഡും കൾച്ചറും നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിൻ കാര്യം ജർമ്മനി നമ്മൾ പറയുകയാണെങ്കിൽ. എനിക്ക് ഇവിടെ ജർമ്മനിയിൽ ഒരു ഓണും അപ്പാർട്ട്മെന്റും കോൺട്രാക്റ്റും ഫസ്റ്റ് 1 month വരെ അവിടുത്തെ ഉള്ള മാം, സുമിഷ മാം ആയിക്കോട്ടെ, ആൻസി മാം ആയിക്കോട്ടെ, ശ്രീധന്യ മാം, ഇവരൊക്കെ എനിക്ക് കോൺടാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് മന്ത്. അത് കഴിഞ്ഞിട്ടും അവർ കോൺടാക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്രം ബിഗിനിങ് ടിൽ ദ എൻഡ് എല്ലാ കാര്യത്തിനും അവർ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ എക്സാംസ് ആയിക്കോട്ടെ, എക്സാം ഓറിയന്റേഷൻസ്, A1 ക്ലാസ്സസ് എല്ലാത്തിലും അവർ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കുറച്ചൊക്കെ ഡൗട്ട്സോടെ ആയിരുന്നു വന്നത്. സോ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് താങ്ക് യു. താങ്ക്സ് ഫോർ ഗോഡ്സോൺ ഓൾസോ. അവരും ഫണ്ട് ബിഗിനിങ് ടിൽ ദ എൻഡ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്നതും ജർമ്മനിയിൽ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് താങ്ക്സ് ടു ഗോഡ്സോൺ. ഓക്കെ, നൈസ്. ഒരു മിനിറ്റ്. ഹായ്. എടാ, ഞാൻ ന്യൂ അഡ്മിഷൻ വന്നതായിരുന്നേ. അപ്പൊ ഇവിടെ ക്ലാസ് ഒക്കെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മിസ്സുമാരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ്. പിന്നെ എനിക്ക് നല്ല എഫക്റ്റീവായി തോന്നുന്നുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആണ്. പിന്നെ നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. എങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലി ആണോ? നല്ല ഫ്രണ്ട്ലിയാ. നമുക്കിപ്പം ഫ്രണ്ട്സിന്റെ പോലെ തന്നെ അവര് നമ്മളോട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ഗോയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും. പോർഷൻസ് ഒക്കെ ടൈമിന് നിൽക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ B2 അപ്പം നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയി തോന്നാറുണ്ട്. ഇപ്പോൾ എക്സാം ഒക്കെ എത്തുമ്പോൾ നമുക്ക് നന്നായി കോൺഫിഡൻ്റ് ആയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു. എല്ലാരും ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്? അതെ, എല്ലാ സ്റ്റുഡൻസും ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വാർഡൻ മാം ഉണ്ട് കേട്ടോ. മാമിനോടൊന്ന് സംസാരിക്കുക. മാം വേണമെങ്കിൽ ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഓക്കെ, ഹലോ മാം, ഇത് നമ്മുടെ പുതിയ അഡ്മിഷൻ ആട്ടോ. ആൾക്ക് എന്തൊക്കെ ഹോസ്റ്റലിനെ കുറിച്ച് ക്ലാസ് കണ്ടു. ഓക്കെ, ഹോസ്റ്റലിനെ അറിയാൻ വേണ്ടി വന്നതായിരുന്നു. ഇവിടെ ഹോസ്റ്റലിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ 8:30 മുതൽ 10:30 വരെയാണ്. പിന്നെ എല്ലാ സൺഡേയിലും
അമ്പലത്തിൽ പള്ളിയിൽ പോകുന്നവരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്, തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കിവിടെ വീട്ടിലെ പോലെ തന്നെ ഹോംലി ഫുഡാണ്. പിന്നെ കുട്ടികൾക്ക് സുഖമില്ലാതെ വന്നാൽ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളെല്ലാം നല്ല സേഫാണ്. പിന്നെ പേരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ പുറത്ത് വിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ കുട്ടികൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്യാറുണ്ട്, അവിടെ എത്തിയോന്ന് വിളിച്ച് തിരക്കാറുണ്ട്. നല്ല സ്ഥലമാണ്. അതെ, റൂമാണേലും ഇപ്പോൾ ഒരു റൂമിൽ 6 കുട്ടികളുണ്ട്, പിന്നെ 4 കുട്ടികൾ വരുന്ന റൂമുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടാണ്. So have the students who have just completed +2 and came here, have they been successful in learning the language? Yes, definitely. Actually, at God's Zone, we make sure that the students get not only German language training aimed at 4 modules, which are reading, writing, speaking and listening, but also cultural knowledge, which is equally important also, yeah. So in order to achieve all those things, we have decided our curriculum, which includes weekly tests, feedbacks, remedial classes for weak student and so on, yeah. And in classroom, they might engage in role plays and other different activities, which Real life. Yeah, related to yeah, exactly, related to different situations like the hospitals, hotels and so on, yeah. And which make them ready to express themselves in a different scenarios too, yeah. And at highest level, that is B2, we provide them, the students, extensive German, extensive exam preparation classes outside, so as they unable to achieve their success at Goethe and the TELC examination center. So yes, definitely you are able to complete your entire German language journey. Hi ma'am. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ക്യാമ്പസ് ഒക്കെ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? യെസ്, നല്ലായിരുന്നു. മൊത്തം നടന്നു കണ്ടു, ഹോസ്റ്റലും ക്യാമ്പസും. കുട്ടികളായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? സംസാരിച്ചു. ഓൾസോ ഒരാളായിട്ട് പ്രീവിയസ് സ്റ്റുഡന്റ് ആയിട്ട് വീഡിയോ കോളിൽ. ഓ അതെയോ, ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കിപ്പം ജർമ്മൻ പഠിക്കാൻ ഐ എം റെഡി. പക്ഷെ എനിക്കിപ്പോഴും നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞാലും അവിടം വരെ ഒന്ന് എത്തേണ്ട ഡോക്യുമെന്റേഷൻ, പാസ്പോർട്ട് പോലും ഇല്ല ഇപ്പം. അപ്പം ഡോക്യുമെന്റേഷന്റെയും വിസന്റെയും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒന്നും അറിയില്ല. അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. അത് നിങ്ങൾ B2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് B2ൻ്റെ എക്സാം സ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് B2 എപ്പോൾ പാസ്സാവുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്ത് തുടങ്ങും. ഇൻ്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ എംപ്ലോയർ നിങ്ങൾക്ക് കോൺട്രാക്റ്റ്, ഓഫർ ലെറ്റർ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് VFSലേക്കുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ തന്നെ ചെയ്തു തരും. VFS ഡോക്യുമെന്റേഷൻ, ട്രാവൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, PCC, അങ്ങനെ എന്ത് ഹെൽപ്പും, എല്ലാ ഹെൽപ്പും A to Z VFSൽ പോകാനുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ വർക്കും നമ്മൾ തന്നെ നിങ്ങൾക്ക് ചെയ്ത് 3 ഫയലുകളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തരും. നിങ്ങൾ അതുകൊണ്ട് നേരെ VFSലേക്ക് പോവുക. അവിടുന്ന് നിങ്ങൾക്ക് അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് അവിടുന്ന് വിസ പ്രൊസീഡ് ചെയ്യും. നിങ്ങൾ ആകെ എടുത്തു തരേണ്ടത് പാസ്പോർട്ടും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സും മാത്രമാണ്. ബാക്കി നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റേഷനും ഗോഡ് സോണിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നുള്ള എയർപോർട്ട് പിക്കപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ അക്കോമഡേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, സിം, ഇതിനുള്ള എല്ലാ അസിസ്റ്റൻസും ഗോഡ് സോൺ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ നിങ്ങൾ 3 ഇയറിലേക്ക് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും ഗോഡ് സോൺ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്തു തരും. പിന്നെ നിങ്ങളുടെ കരിയർ സെറ്റ് ആവുന്നവരെ എല്ലാത്തിനും ഞങ്ങൾ ഗോഡ് സോൺ കൂടെ ഉണ്ടാവും. താങ്ക് യു, ദാറ്റ്സ് എ ഹ്യൂജ് റിലീഫ്. ഇവിടെ വരുന്നവരെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇപ്പൊ നേരിട്ട് വന്നുകൊണ്ട് ഐ എം ഷുവർ അബൌട്ട് ദിസ്. ഇപ്പോൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി, പഠിക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്, റെഡിയാണ്.